ആചാര്യ ഏൽപ്പിക്കാൻ കൊടുത്ത രാജിക്കത്ത്. ഇങ്ങനെ ഒളിച്ചോടി പോകാൻ മാത്രം എന്താ ഉണ്ടായത്? ടീച്ചറോട് ഇവിടുന്ന് പോകാൻ ആരാ പറഞ്ഞത്? ഹാജിയാര് പറഞ്ഞോ അതോ ഞാൻ പറഞ്ഞോ? ആട്ടെ, ടീച്ചർ രാജിവെച്ച് പോയി എന്ന് വയ്ക്കുക, എന്നാൽ ഈ പ്രശ്നം തീരും. എല്ലാവർക്കും ഇപ്പൊ പ്രശ്നം ഞാനാണ്. പ്രായമായ അച്ഛന് ഒരു താങ്ങാവണമെന്ന് മോഹിച്ചു. സ്വന്തം കാലിൽ നിന്ന് കുടുംബത്തിനൊരു തണലാകണമെന്ന് ആഗ്രഹിച്ചു. ഈ ഒരു തെറ്റല്ലേ ഞാൻ ചെയ്തുള്ളൂ? അത് തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരു തൊഴിലിനു വേണ്ടി മാത്രം അറബി പഠിച്ച അന്തർജനമല്ല ഗായത്രി. എതിർപ്പുകളെ അതിജീവിച്ച ആദർശധീരതയുടെ ഒരു കണ്ണിയാണ്. സ്വന്തം സമുദായത്തിനും അതോടൊപ്പം മറ്റുള്ളവർക്കും ഇത്തിരി വെളിച്ചം കിട്ടാൻ സ്വത്തും കുലമഹിമയും ആഠ്യത്വവും എല്ലാം ആഹൂതി ചെയ്ത ആളാണ് ഗായത്രിയുടെ അച്ഛൻ. ആ അച്ഛന്റെ മകൾ ഇപ്പൊ ഇങ്ങനൊരു പ്രശ്നത്തിൽ തളരരുത്. എന്താ സർ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയണത്? ഞാൻ എത്ര സഹിച്ചു, ക്ഷമിച്ചു, കാണും. ഇനി വയ്യ. ആദർശധീരതയുടെ പേരിൽ ഒരു ജോലി ഇട്ടെറിഞ്ഞിട്ട് പോന്നവനാ ഞാൻ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഗായത്രി ഈ ജോലി തുടരണമെന്നാ. ഇതിലൊക്കെ ഇത്ര തലപോകഞ്ഞ് ആലോചിക്കാൻ എന്താ ഉള്ളത്? മേന്നെ സ്കൂള് പൂട്ടുന്നുള്ള കാര്യം തീർച്ച. അങ്ങനെ പൂട്ടിയാൽ മറ്റൊരു മാനേജ്മെന്റിനെ അത് ഏൽപ്പിക്കാതിരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനാവില്ല. അവിടെയാണ് മേനോൻ കയറി കളിക്കേണ്ടത്. അത് മനസ്സിലായി. ആയല്ലോ. ഈ സ്കൂളിന് വേണ്ടി തുടക്കത്തിലെ നിങ്ങളും കുറെ ശ്രമിച്ചതല്ലേ? പല അടവും പയറ്റി നോക്കിയതല്ലേ? എന്നിട്ട് എന്തേ ആചാര്യ സ്കൂൾ കൊണ്ടുപോയി നിങ്ങൾ മേലോട്ട് നോക്കിയെന്ന്? അത് പക്ഷേ അന്ന് ചേലക്കാടൻ എന്റെ കൂടെ നിൽക്കാത്തോണ്ടല്ലേ? അത് അന്നത്തെ രാഷ്ട്രീയം. മേന്നെ രാഷ്ട്രീയത്തിന് സ്ഥിരം ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല. അതിരിക്കട്ടെ, മേന്നെന്ത് തീരുമാനിച്ചു? എനിക്ക് തീരുമാനിക്കാൻ വിഷമമൊന്നുമില്ല. ഇപ്പൊ ഒരു പിടി പിടിച്ച നല്ല പുഷ്പം പോലെ സ്കൂൾ നമ്മുടെ കയ്യിലിരിക്കും. ഇന്നത്തെ കാലത്ത് സ്കൂൾ മാനേജ്മെന്റ് കിട്ടാന്ന് വെച്ചാ അതൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഹാജിയാരെ ഒന്ന് ഇരുത്തണമെന്ന് ഞാൻ ഏറെ മോഹിച്ചിട്ടുള്ളതാ. ആണല്ലോ. എങ്കിലിനി ഒട്ടും അമാന്തിക്കണ്ട. അതിനു വേണ്ടി വരുന്ന നഷ്ടം ഒരു നഷ്ടമല്ല. അഥവാ അങ്ങനെ നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഇന്നെനിക്ക് കഴിവുണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാലുണ്ടല്ലോ. ഇതാണ് ആണുങ്ങളുടെ ഭാഷ. തറവാടി എന്നും തറവാടി തന്നെ. അപ്പൊ ഇനി നമുക്ക് ആ വഴിക്ക് അങ്ങോട്ട് കളിക്കാം. കളിക്കാം. പക്ഷേ ചേലക്കാടൻ എന്നോടൊപ്പം നിൽക്കണം. എന്തത്ര സംശയം? പക്ഷെ ഒരു കാര്യം, മേനു ആ വിചാരം വേണേ. സ്കൂളിലെ പ്രശ്നമൊക്കെ തീർന്നോ മൂസ? സ്കൂളിലെന്ത് പ്രശ്നം? നാട്ടുകാർക്കല്ല പ്രശ്നം. പഠിത്തവും സാധിച്ചിട്ട് സ്കൂളിൽ ഒരു പ്രശ്നമില്ല. ആദ്യം തന്നെ ഓണർ, നമ്മൾ തന്നെ പെയ്യോളും. നായരെ ഒരു മുറുക്കാനോട്ട് എടുക്ക. ഈ കാക്കി തുണിക്കൊക്കെ ഇപ്പൊ എന്താണ് വില? എന്തേ വേറെ പോലീസ് ചേർന്നു? ഈ പോലീസുകാർക്ക് മാത്രമേ കാക്കിത്തുണി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് വല്ല നിയമമുണ്ടോ? അപ്പൊ പിന്നെ വല്ല വാച്ച്മാന്റെ ജോലി തരായിട്ടുണ്ടാവും. വാച്ച്മാൻ അല്ലടോ, ഇത് പിയൂണിന്റെയാ. പിയൂണോ? എവിടെ? അപ്പൊ താൻ ഈ കഥയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. മേനോൻ ഇവിടുത്തെ സ്കൂൾ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അങ്ങനെ മേനോൻ സ്കൂൾ നടത്തുകയാണെങ്കിൽ അവിടുത്തെ പിയൂൺ ആരാ? ഈ വാര് ഇവിടുത്തെ സ്കൂൾ മേനോൻ നടത്തേ? ആരാ അത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? ലോകപ്പ് അവസാനിക്കും, ഞാനും എന്റെ കെട്ടോളും ഒരു തട്ടാനും മാത്രം ബാക്കിയായാൽ മതിയെന്നും കരുതി ചിലരൊക്കെ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ അതിന്റെ പരമുകാരെ. ആ പരപ്പ് ഇവിടെ വേവാൻ പോകുന്നില്ല. വേവും. എങ്ങനെ? നല്ല തേക്കിന്റെ വറുകെട്ട് നല്ലോണം കത്തിച്ച ഏത് വേവാത്ത പരിപ്പും വേവും. എന്നിട്ട് ആ പരിപ്പിൽ നെയ്യൊഴിച്ച് നല്ലോണം കുഴച്ച് മസ്താനോട്ട് ഉണ്ണാനും കരുതി ഇലത്തിരിക്കലേ ഉണ്ടാവുള്ളൂ എന്റെ പരമുകാരെ. കാണാൻ പോണ പൂരം എന്തിനാ പറഞ്ഞു? പൂരം വരട്ടെ, അന്നേരം കാണാം. നമ്മുടെ കുട്ടികളെ 4 അക്ഷരം പഠിപ്പിക്കുന്നതിന് എന്തിനാ ജാതിയും മതവും തടസ്സമാവുന്നത്? ആർക്കും ആരെയും പഠിപ്പിക്കാം, ആരുടെ കീഴിലും പഠിക്കാം. അക്ഷരാഭ്യാസത്തിന് വർഗവും മതവും ഒന്നുമില്ല. നമ്മളൊക്കെ കൂടി എത്രയോ ദിവസം ഈ സ്കൂളിന് വേണ്ടി അധ്വാനിച്ചു. പെട്രോമാക്സും കത്തിച്ചു വെച്ച് അർദ്ധരാത്രി വരെ കല്ലും മണ്ണും ചുമന്നില്ലേ? ഓട് വാങ്ങാനുള്ള കാശില്ലാത്തതുകൊണ്ട് നമ്മുടെ കുട്ടികളും പെണ്ണുങ്ങളും രാപകലില്ലാതെ ഓലമറഞ്ഞെടുത്തില്ലേ? അന്നൊന്നും ആരും ജാതിയും അതോ ഓർത്തുമില്ല, പറഞ്ഞുമില്ല. ആർക്കു വേണ്ടിയാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടത്? നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി. പഠിക്കാൻ നിങ്ങളിൽ പലർക്കും സാധിക്കാതെ പോയത് മോഹമില്ലാഞ്ഞിട്ടല്ലോ. ആ ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് വരരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ലേ ഈ സ്കൂളിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങൾ തയ്യാറായത്? എല്ലാരോടുമായി ഞങ്ങൾക്ക് ഇതേ പറയാനുള്ളൂ. ഈ സ്കൂള് പൂട്ടിക്കാൻ നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നമ്മുടെ കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങളുടെ വിയർപ്പൊഴിക്ക് വളർത്തിയ സ്ഥാപനമാണത്.
ഇതേ അറബി അറബിയോ? ഛെ, അറബി പഠിപ്പിക്കണം നമ്പൂരിച്ച് വന്നിരിക്കണോ? ഓഹോ, എങ്ങോട്ടാ? തൊഴാൻ. അഹിന്ദുക്കൾക്ക് ഇതിന്റെ അകത്ത് പ്രവേശനമില്ല. എന്താ പറഞ്ഞത് മനസ്സിലായില്ലേ? 4ാം വേദക്കാരുടെ കൂട്ടത്തിൽ ചേർന്നവരെ ഇതിന്റെ അകത്ത് കയറ്റാൻ പറ്റില്ല. ഞാൻ മതം മാറിയിട്ടൊന്നുമില്ല. എങ്ങനെയാ വിശ്വസിക്കുക? മേച്ചഭാഷയല്ലേ പഠിപ്പിക്കണേ. മേത്തന്മാരുടെ വീട്ടിൽ താമസവും അങ്ങനെയുള്ളവർ ഇതിനകത്ത് കയറിയ ക്ഷേത്ര അശുദ്ധാവില്ലെന്ന് ആരും കണ്ടു. ചിലപ്പോ ഭഗവാൻ ഇവിടുന്ന് ഇറങ്ങി പോയെന്നും വരും. ഇത് വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് തൊഴാനുള്ള സ്ഥലമാണ്. ഇതിനകം അശുദ്ധമാക്കാൻ സമ്മതിക്കില്ല. ആരായി ഹിന്ദു? ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? മഹാഭാരതത്തിലോ രാമായണത്തിലോ അതോ ഉപനിഷത്തുകളിലോ? ഏത് ഗ്രന്ഥത്തിലാ ഹിന്ദു എന്ന് എഴുതിയിട്ടുള്ളത്? നാമൊക്കെ മനുഷ്യരാണെന്നല്ലാതെ നമ്മളൊക്കെ ഹിന്ദുക്കളാണെന്നോ നമ്മുടെ മതം ഹിന്ദുമതമാണെന്നോ വ്യാസനോ വാൽമീകിയോ ഋഷിമാരോ ഉപനിഷത്ത് ആചാര്യന്മാരോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മേന്നെ? സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്ന ആൾക്കാരെ അൽ ഹിന്ദ് എന്ന് ആദ്യം വിളിച്ചത് പേർഷ്യക്കാരാ. അത് ഇവിടുത്തെ ക്ഷത്രിയനെയോ ബ്രാഹ്മണനെയോ വൈശ്യനെയോ ശൂദ്രനെയോ കണ്ടോണ്ടല്ല, നായരെയും നമ്പൂരിയെയും മേനോനെയും ഭട്ടരെയും കണ്ടോണ്ടുമല്ല. സനാതനധർമ്മം പുലർന്നു കാണണമെന്ന് ആഗ്രഹിച്ചൊരു മഹാസംസ്കാരത്തിന് കാലക്രമത്തിൽ ഹിന്ദുമതം എന്ന പേര് വന്നേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ഒരു ഹിന്ദു എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ മതമാണല്ലോ ആദിശങ്കരനും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുവിനും ജന്മം കൊടുത്തത്. ജീവിക്കാൻ വേണ്ടി ഒരു ഭാഷ പഠിച്ചുകൊണ്ട് ഹിന്ദുത്വമാകെ തകരുമെന്ന് പറയാനും ഒരു മുസൽമാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് വിശ്വാസമാകെ അശുദ്ധമാകുമെന്ന് പറയാനും ഈശ്വരനെ കൂട്ടുപിടിക്കണ്ട. ഈശ്വരൻ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്ഥിരമായി വീട് കെട്ടി താമസിക്കുന്ന ആളുമല്ല. ചെറുപ്പം മുതലേ ശീലിച്ചു പോയതുകൊണ്ടും വിശ്വസിച്ചു പോയതുകൊണ്ടാണ് ഈ കുട്ടി ഇവിടെ വന്നത്. മനസ്സ് തുറന്നൊന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് തൊഴാൻ, അല്ലാതെ ഭണ്ഡാരപ്പെട്ടിയിലെ കാണിക്കയുടെ പങ്കുപറ്റാനല്ല, അമ്പലവസ്തുക്കൾ കട്ടുമുടിക്കാനും അല്ല. പോയി തൊഴിലുള്ളൂ. ഒന്നും പറയണ്ട. ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സൂത്രം. ടീച്ചറെ തടയുക. എന്നിട്ട് എന്തുണ്ടായി? നാട്ടിലുള്ളവർ മുഴുവൻ എതിരായി. അത് പിന്നെ ഞാൻ പറഞ്ഞത് ഭക്തജനങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ലേ? അല്ല, നിങ്ങളുടെ മണ്ടത്തരം മനസ്സിലായതുകൊണ്ടാ. ഇപ്പൊ നമുക്ക് വേണ്ടത് ശത്രുക്കളെയല്ല, മിത്രങ്ങളെയാണ്. എന്നുവെച്ചാ സംഗതി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണല്ലോ. അഥവാ നമ്മൾ കുഴച്ചു മറിച്ചു. ഇക്കാരണത്താൽ അവർ ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം. കണ്ണീരും കൈയുമായി ടീച്ചർ പെരുവഴിയിൽ ഇറങ്ങുന്നു. നിരാലംബയായ നിസ്സഹായായ ഒരു പെൺകുട്ടി സഹികെട്ടിറങ്ങിത്തിരിക്കുമ്പോ ആ സാധു പെൺകിടാവിന്റെ രക്ഷാപുരുഷനായി മാറുന്നു മേനോൻ. ഞാൻ അതെ, വേണ്ടി വന്നാൽ മേനോൻ ടീച്ചർക്ക് വേണ്ടി ഒരു പ്രക്ഷോഭം തന്നെ നയിക്കുന്നു. അങ്ങനെ ആയാൽ പൊതുജനം കൂട്ടത്തോടെ നിങ്ങളുടെ കൂടെ ആവും. പിന്നെ നിങ്ങൾ തെളിക്കുന്ന വഴിയിലൂടെ അവർ നടക്കൂ. മേനന്റെ ടെക്നിക്ക് മനസ്സിലായോ? അതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. ഒറ്റ വെടി ഹാജിയാരെയും ശേഖരനെ ഒതുക്കാം. അതിനൊരു കാര്യം, ഇതൊരു ധർമ്മയുദ്ധമൊന്നുമല്ല, മർമ്മം നോക്കി അടിക്കുക. ആരാണ്? ഞാനാ വാര്യർ. എന്തേനു? ഒന്നുമില്ല, ടീച്ചർ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓ, അതിനെന്താ വിളിക്കാൻ തൊള്ളയിലാവില്ലേ ഇങ്ങനെ കള്ളന്മാരെ പോലെ പരുങ്ങണത്? മോളെ ഒന്നുകൊണ്ട് വരി. ഇതാ ബാറിന് തെരഞ്ഞു വന്നിക്കണു. എന്താ? അല്ല, കഴിഞ്ഞ ദിവസം അങ്ങനെ സംഭവിച്ചല്ലേ മേലിന് വളരെ വിഷമുണ്ട്. ഈ കമ്മിറ്റിക്കാർ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് മേനോൻ പറഞ്ഞത്. അല്ല, ഇങ്ങോട്ട് നോക്കുക, അല്ലാതെ ടീച്ചറോട് ഒറ്റ വിരോധം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ മേനോനോട് കമ്മിറ്റിക്കാരോടൊക്കെ പറഞ്ഞ് നല്ലോണം അങ്ങോട്ട് പൂജപ്പെടുത്തി. നിങ്ങളോ? അല്ല, ശേഖരൻ മാഷ് പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി. ഇപ്പൊ കമ്മിറ്റിക്കാരുടെ മാത്രമല്ല, ഈ നാട്ടിലെ നമ്മൾ ആൾക്കാരുടെ കംപ്ലീറ്റ് സപ്പോർട്ടും ടീച്ചർക്ക് തരാൻ തീരുമാനിച്ചിരിക്കുക. അതും മാത്രമല്ല, ടീച്ചർക്ക്
ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതും എനിക്കറിയാം. ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണം, നമുക്ക് ഊഹിക്കാൻ പാടില്ലേ. ഇവിടെ ഈ മീൻ്റെ നാറ്റവും ഈ ആട്ടിൻകാട്ടയച്ചോ അങ്ങനെ അങ്ങനെ ഒത്തുപോവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നമ്മുടെ മേനോന്റെ വീട്ടിൽ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ടീച്ചർ ഇപ്പം വെറും ടീച്ചറല്ല, നമ്മുടെ സമുദായത്തിന്റെ തന്നെ. വേണ്ട, എന്നെ അങ്ങനെ സമുദായത്തിന്റെ ആരും ആക്കണ്ട. എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമില്ല എനിക്ക് വിട്ടാരെ. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഉപകാരം ചെയ്തില്ലെങ്കിലും ദയവായി ഉപദ്രവിക്കരുത്. അപ്പോ ടീച്ചർക്ക് ജനപിന്തുണ കൂടിയിരിക്കുന്നു അല്ലേ ഹാജിരെ? ആ, ഇനിയിപ്പോ ടീച്ചർ രാജിവെച്ച് പോണെന്ന് വെച്ചാൽ തന്നെ ഓല് സമ്മതിക്കില്ല. അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞവർക്ക് ഇത്ര പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടായത് എനിക്ക് മനസ്സിലാവാത്തത്. മനം മാറ്റോ? അയാക്കോ? ടീച്ചർ ഇപ്പോഴല്ലേ അയാളെ കാണാൻ തുടങ്ങിയുള്ളൂ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് കാണുന്നതാ. അയാളെ പ്രമാണിയായിട്ട് അംഗീകരിക്കാത്തവരെ ശത്രുക്കളായിട്ട് കണക്കാക്കുന്ന അയാളുടെ പ്രകൃതം. ഞാൻ കാരണം സ്കൂൾ പൂട്ടേണ്ടി വരുമെന്ന് പേടിയായിരുന്നു എനിക്ക്. ഇപ്പൊ ആ പേടി മാറിയല്ലോ. ഇനി ഇപ്പൊ ടീച്ചറെ പുറത്താക്കണമെന്ന് പറഞ്ഞ അവരാരും പാടുണ്ടാകത്തില്ലല്ലോ. ഞമ്മക്കൊന്നും കേക്കണ്ട. ടീച്ചറെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാല് തിരിച്ചെടുക്കാൻ ഓരുടെ ആൾക്കാർ സംഘടിച്ചിരിക്കുന്നു. നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഇത് പറയാൻ? അന്ന് നമ്മൾ എണ്ണി പറഞ്ഞതാണ് ഓലി സ്കൂളിൽ വന്നോണ്ടാവണ പ്രശ്നങ്ങളെ പറ്റി. അന്നൊന്നും ആർക്കും അസീസിനെ വേണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറയണ് അസീസ് പറഞ്ഞ ന്യായം ഉണ്ടെന്ന്. നമ്മൾ അന്ന് തന്നെ ഓളെ ചോദ്യം ചെയ്തില്ലേ? ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആര്? പോലീസാ അല്ല വക്കീലാ? ഓലെ ഇവിടെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അന്നേ ഭയക്കൊണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ കുട്ടികളെ സ്കൂളിൽ വിടാതെ തടുത്തില്ലേ? എന്നിട്ട് കുട്ടികളെ പുറത്ത് നിർത്തിയോ? ആ മാഷം എന്ന് പറഞ്ഞപ്പോ ഒരക്ഷരം പോലും ഉണ്ടാതെ കുട്ടികളെ സ്കൂളിൽ വിട്ടില്ലേ? ഇനിയും നമ്മൾ പറയണു, നിങ്ങൾ ഈ പോക്ക് പോയാല് അവസാനം ശ്വാസം വിടാൻ പോലും ഓരുടെ അഭിപ്രായം ചോദിക്കേണ്ടി വരും. ചേരുമ്പോ അവരെല്ലാം ഒന്നാണ്. ആ ഒരു വിചാരം ഞമ്മക്കും വേണം. എന്താ അസീസ് ഇങ്ങനെ പറയണേ? ആ വിചാരം ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സഭ കൂടുവോ? സഭ കൂടിയാൽ മാത്രം പോരെ മൈദീനെ, കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കറിയോ, ആ മേനോനും ശേഖരൻ മാഷും ഒറ്റക്കെട്ടാണ്. മേനോനും മാഷും തമ്മില് ഒലക്ക. ഓര് തമ്മിൽ ഒരു ഇടങ്ങേടുമില്ലെന്ന് ഉണ്ടെന്ന് വെറുതെ അഭിനയിക്കുകയാണ് നമ്മളെ പറ്റിക്കാൻ. ഈ ഗുലുമാലും മുയ്യും ഉണ്ടാക്കുന്നത് ആ മാഷ. നമ്മളിപ്പോ എന്താണെന്ന് നിങ്ങൾ പറയണത്? നിങ്ങൾ എന്ത് ചെയ്താലും ഞമ്മക്കൊന്നുമില്ല. ഞമ്മക്ക് ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ല. പക്ഷേ ഓല് കാരണം നമ്മുടെ ആൾക്കാർക്ക് ഒരു അപമാനം വന്ന അത് ഇന്നെ കൊണ്ട് പൊറുക്കാൻ കഴിയൂല. അസീസേ, ആ ഒരു കാര്യത്തിൽ ഞമ്മക്കൂട്ട് വാസി. ഭർത്താനത്തിന് മാത്രം പോരെ വാസി. നിങ്ങൾക്ക് എന്ന് ആദ്യമായിട്ട് പറയാൻ പറ്റും ഓളെ പറഞ്ഞുവിടാൻ? നാട്ടിൽ കച്ചറ ഉണ്ടായിരിക്കണമെങ്കിൽ ഓളെ പറഞ്ഞു വിടാതെ വേറെ വഴിയില്ലെന്ന്. നിങ്ങൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ സ്കൂൾ നടത്തിപ്പിൽപ്പെട്ട അതിന്റേതായ ചില നടപടിക്രമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. ആജിയാര് തർക്കുത്തരം പറഞ്ഞ് നമ്മളെ തോപ്പിക്കണ്ട. ആ ടീച്ചറെ പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലേ? ഓൾ അറബി പഠിപ്പിക്കണം നമുക്ക് നാണക്കേടാ. ആണ്. ആ എങ്കിൽ ഇസ്ലാമായ മാഷന്മാര് സംസ്കൃതം പഠിപ്പിക്കണ്ടല്ലോ, അത് ഹിന്ദുക്കൾക്ക് നാണക്കേടല്ലേ? അറബി വിദ്യാലയങ്ങളുടെ ചുമതല വഹിക്കുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നാണക്കേടല്ലേ? അവിടെ ഒന്നും ആരെയും പറഞ്ഞു വിടണം പിരിച്ചു വിടണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കുന്നില്ല. ഇസ്ലാമിൽ വിശ്വസിക്കുന്ന നമ്മളെ ഇസ്ലാമിന് ചേർന്ന രീതിയിൽ പ്രവർത്തിക്കണം. ആ കാര്യം ആരും മറക്കണ്ട. മറന്നിട്ടില്ലല്ലേ? മറക്കൂല. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു യഥാർത്ഥ ഇസ്ലാമായി ജീവിച്ച് മരിക്കണം എന്ന് തന്നെയാ എന്റെ മോഹം. ഇസ്ലാമിന് നിരക്കാത്ത യാതൊന്നും ഞാൻ ഓർക്കൂല, ചെയ്യൂല, പറയൂല. എന്നിട്ടാണ് ഇപ്പൊ ഈ ബേണ്ടായിനെ കാണിക്കണേ? അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. നിങ്ങളൊക്കെ ഖുർആൻ വായിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? അനാഥരെയും അഭയം തേടി വന്നവരെയും സഹായിക്കരുത് എന്ന് ഖുർആനിൽ പറയണ്ട. നിരാലംബർക്ക് നീതിയും സഹായവും അനുവദിക്കരുതെന്ന് ഏത് ഹദീസിലാണ് പറഞ്ഞിരിക്കുന്നത്? മാനമായി ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വയ്യാതാരാക്കണമെന്ന് ഇസ്ലാം പറയണ്ട. എന്തേ ആരൊന്നും ഉണ്ടാത്തത്? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. ന്യായമായ കാര്യം എത്ര ചെറിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കും, അനുസരിക്കും. ആ ചേലിക്ക് തന്നെ അന്യായം എത്ര വലിയോൻ പറഞ്ഞാലും നമ്മൾ കേൾക്കൂല, വഴങ്ങൂല. അല്ല, നിങ്ങൾ വരാനുള്ള കാശിന്റെ കാര്യം എന്തായി? മെല്ലെ ചോദിക്ക്, നാളെ കേൾക്കും. ഞാൻ തരൂലേ? രാജ്യം വിട്ടിട്ട് പോകണ്ടോ? 1-ാം തീയതി ആവട്ടെ. സാഹചര്യക്ക് ലേശം ടൈറ്റാണ്. എന്താ വരെ പഴയ കാക്കിത്തുണൊക്കെ എന്ത് ചെയ്ത്? ഷർട്ട് അടിച്ചില്ല. ഒരു കാര്യം ചെയ്യും, 2 സഞ്ചി അടിച്ചാളി. ഒന്ന് ഇങ്ങക്കും ഒന്ന് മേനക്കും. റേഷൻ വാങ്ങാലോ. ഷർട്ട് അടിച്ചോട്ടെ, മേനോന്റെ വീട്ടില് കൂർക്കായിട്ട് നിക്കാം. ഇയാളോ? ഈ ചീഞ്ഞ മീനല്ല, നിനക്ക് നല്ലത് വല്ലതും കൊണ്ടുവന്നുകൂടെ?
ഞമ്മള് കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞയാണെന്ന് നിങ്ങൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി, ഇത് തന്നെ കൂടുതൽ ദിവസത്തേക്കില്ല. നമ്മൾ ഈ തൊഴിൽ നിർത്താൻ പോവാ. അതെന്ത് പറ്റി? നഷ്ടം വന്നോ? നഷ്ടം വരാനാ? ആർക്ക്? ഞമ്മക്കാ? ഞമ്മക്കിപ്പോ മീൻ ഹറാമാണ്. തൊട്ടൂടാ, തിന്നൂടാ, പോരേന്റെ അയലത്ത് പോലും കയറ്റിക്കൂടാ. വീട്ടിൽ നമ്മളെ ഗാത്രക്കുട്ടിയുണ്ടേ. അങ്ങനെയാണെങ്കിൽ വല്ല പച്ചക്കറി കച്ചവടം ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ആലോചന ഇല്ലാതില്ല. മാഷില്ലേ ഇവിടെ? ഇല്ല, എവിടെ പോയി? ഇതിപ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അല്ലേ അങ്ങനെ ചെയ്യൂ. രാവിലെ കുറെ മാന്യന്മാരെ ഒരു കാറുമായിട്ട് വന്ന് വിളിച്ചുകൊണ്ട് പോയതാ. എപ്പോ വന്നാലും നമ്മളെ ഒന്ന് കാണാൻ പറയണം. നമ്മൾ മില്ലിലുണ്ടാവും. ഉവ്വ. എങ്ങനെയുണ്ട് കുഞ്ഞാലി കച്ചവടമൊക്കെ? നന്നായി നടക്കുന്നു. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ഡിയോ നമ്മളെ ഒന്ന് കാണണമെന്നും പറഞ്ഞ് വിളിച്ചേക്കിന്. ഉം. സ്കൂളിന്റെ പേരിൽ എന്തൊക്കെയോ പരാതികളുണ്ട് പോലും. ഇന്നലെ കൂടി ഒന്നും വരണം. ആരാ പരാതിക്കാരൻ? അതൊന്നും പറഞ്ഞില്ല. മേനൻ എന്തൊക്കെയോ കച്ചറ ഉണ്ടാക്കണം തോന്നുന്നുണ്ട്. അയാളോട് പോകാൻ പറയും. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അല്ല, നിയമപരമായിട്ടുള്ള നോട്ടീസ് വല്ലതും വന്നിട്ടുണ്ടോ? ഏയ് അതൊന്നുമില്ല. പിന്നെന്താ? അഥവാ ഇനി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ സത്യം നമുക്ക് ബോധ്യപ്പെടുത്താവുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഞമ്മക്ക് മൂപ്പരെ ഒന്ന് നേരിട്ട് പോയി കാണാം. കാണാം. അത് ശരി. അപ്പോ ഈ വിശ്വസാഹിത്യകാരൻ ഇപ്പോൾ ഹാജിയാരുടെ കൂടെയാണല്ലേ? മാഷ് എല്ലാ കാര്യത്തിലും ഞമ്മക്കൊരു സപ്പോർട്ടാണ്. അപ്പോ സ്കൂളിന്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹാജിയാരാകെ ബേജാറായിരിക്കുക. ഓ, അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് എനിക്ക് അവിടെ ഒന്ന് തെളിവെടുപ്പ് നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതി വിളിപ്പിച്ചതാ. അല്ല, സമാധാനായി. എന്നുറപ്പിക്കണ്ട. യവൻ കൂടുള്ള സ്ഥിതിക്ക് ഏത് നിമിഷവും എന്ത് അത്യാവത്തും സംഭവിക്കാം. അതാ വിത്ത്. ഹാജിയാരെ, പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് നമുക്ക് വേഗം സ്ഥലം വിടാം. ഹാജിയാർ ഈ ബുദ്ധിജീവിയുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. കോളേജിൽ ഇവൻ ഞങ്ങളുടെ ഹീറോയൻ. തട്ടുതകർപ്പം പ്രസംഗമാണ്. അതിനിപ്പോഴും മോശമില്ല. മൈക്കിന്റെ ഒരു കഷണം കിട്ടിയാൽ മതി, പിന്നെ വിടൂല. ആഹാ, അപ്പൊ പഴയ നമ്പറൊന്നും കൈമോശം വന്നിട്ടില്ല അല്ലേടാ? അത് പോട്ടെ, ഈ കേസിൽ നിനക്കെന്താണ് ഇത്ര വലിയ താല്പര്യം? ഒന്നാമതായിട്ട് അയ്യർ സാറിന്റെ ശുപാർശ. പിന്നീടാണ് ഇതൊരു വലിയ ഇഷ്യൂ ആയത്. എതിർപ്പ്, സമരം, ഭീഷണി, വർഗീയ വിദ്വേഷം. എന്നാ പിന്നെ ഒരു കൈ നോക്കിയിട്ട് തന്നെ കാര്യം എന്നങ്ങ് തീരുമാനിച്ചു. ഓ, നമ്മുടെ പഴയ സ്വഭാവം. ഇപ്പൊ തന്നെ നിനക്കറിയാലോ, ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയുള്ള പലരുടെയും വാശി. സ്കൂള് പൂട്ടിക്കാൻ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം വരെ. ശരിയാണ്, എന്തൊക്കെയോ കോൺസ്പിറസി നടക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ പ്രഷറും ഉണ്ട്. ഹാജിയാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു പ്രശ്നവും സംഭവിക്കില്ല. ധൈര്യമായിരിക്കും. ഒക്കെ ഞാൻ നോക്കിക്കോളാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമ്മൾ വരട്ടെ. താങ്ക് യു സർ. ഓ, ആര് സാറോ? ദേ ഒരു വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. എന്റെ പേര് വിളിക്കടാ. ഏത് പേരാ വിളിക്കേണ്ടത്? അച്ഛനും അമ്മയിട്ട പേരോ അതോ കോളേജ് ഞങ്ങളിട്ട പേരോ? ഹനുമാൻ പണ്ടാരം. ആ കഥകളൊക്കെ ഹാജിയാരെ പറഞ്ഞ് കേൾപ്പിക്കല്ലേ. ശരി ശരിയടാ. ഓക്കെ. ഇറങ്ങാ. ഓക്കെ.